ഇന്നൊരു കോഡ് സെറ്റാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഇതാണ് ഫാബ്രിക്കിൻ്റെ വിഡ്ത്ത് വരുന്നത്. ലെങ്ത് വൈസാണ് ഇതിൻ്റെ ഈ ഒരു ഡിസൈൻ വരുന്നത്. അതുകൊണ്ട് ഈ ഒരു ഡിസൈൻ അനുസരിച്ച് ഞാൻ ഇങ്ങനെയാണ് ലെങ്ത് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു 12 വയസ്സുള്ള കുട്ടിക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. വലിയവർക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിന് ഏകദേശം ഒരു 3 മീറ്ററാണ് നമുക്ക് വേണ്ടി വരിക. ഇവിടെ ബാക്ക് പോർഷൻ കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മെറ്റീരിയൽ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഹിപ്പ് സൈസ് വരുന്നത് 31 ഇഞ്ചാണ്. കോഡ് സെറ്റ് ഇച്ചിരി ലൂസായിട്ടാണ് സ്റ്റിച്ച് ചെയ്യാറുള്ളത്. അപ്പോൾ ഹിപ്പിനോടൊപ്പം 5 ഇഞ്ച് ആഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ 4-1 കണക്ക് കൂട്ടുന്നത്. അപ്പോൾ ഇവിടെ എനിക്ക് ആവശ്യമുള്ളത് 31 ഇഞ്ചസ് ആണ്. അതിനോടൊപ്പം 5 ഇഞ്ച് കൂടെ ആഡ് ചെയ്ത് 36 ഇഞ്ച് കണക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മിനിമം വേണ്ടത് ഒരു 9 ഇഞ്ച് ഈ ഒരു ഫോൾഡിങ് ആവശ്യമായിട്ടുണ്ടാവും. പ്ലസ് നമുക്ക് ആവശ്യമുള്ള മാർജിനും. ഇവിടെ ഞാൻ 9 പ്ലസ് ഒരു 2 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ട് ഒരു 11 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. കോളർ നെക്ക് ആയതുകൊണ്ട് തന്നെ ഫുൾ ഷോൾഡർ മെഷർമെൻ്റ് ആണ് എടുക്കേണ്ടത്. ഷോൾഡറിൻ്റെ വിഡ്ത്ത് വരുന്നത് 13 ഇഞ്ചാണ്. അതിൻ്റെ പകുതി 6.5 നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. മാർജിനും കൂടി ചേർത്തിട്ട് ഞാനൊരു 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്ക് വിഡ്ത്ത് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടി വലിയ സൈസിലേക്ക് ചെയ്യുമ്പോൾ നമ്മൾ 2.5 ഇഞ്ചോളം കൊടുക്കേണ്ടി വരും. ഇനി ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് നമ്മളൊരു 3/4 ഇഞ്ച് താഴ്ത്തി വരച്ചു കൊടുക്കണം. വലിയവർക്കാവുമ്പോൾ അത് നമ്മൾ 1 ഇഞ്ചോളം കൊടുക്കാറുണ്ട്. നെക്കിന് വരച്ച ലൈനും ഈ ഷോൾഡർ ലൈനും തമ്മിൽ നമ്മളിങ്ങനെ ഒന്ന് ചരിച്ച് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഷോൾഡർ ലൈനിൽ നിന്ന് താഴേക്ക് ഷോൾഡറിന് എത്രയാണോ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന അതേ അളവിലേക്ക് ആം ഹോളിനുള്ള ഡെപ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പോയിന്റിലാണ് നമ്മൾ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് എടുക്കേണ്ടത്. ഇവിടെ ചെസ്റ്റ് വരുന്നത് 28 ഇഞ്ചാണ്. ചെസ്റ്റിനോടൊപ്പം 2 ഇഞ്ച് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 30 ഇഞ്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. 30 നമ്മൾ 4 ഡിവൈഡ് ചെയ്യുമ്പോൾ 7.5 വരുന്നത്. അപ്പോൾ അതിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 7.5 2 ഇഞ്ച് മാർജിന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെസ്റ്റ് ലൈൻ ഒന്ന് നീട്ടി വരച്ചു കൊടുക്കാം. ഷോൾഡറും ആം ഹോളിൻ്റെ ഡെപ്തും തമ്മിൽ ജോയിൻ്റ് ആക്കി വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് വേസ്റ്റിൻ്റെ മെഷർമെൻ്റ് ആണ്. വേസ്റ്റ് മെഷർമെൻറ്റ് വരുന്നത് 30 ഇഞ്ചസ് ആണ്. 2 ഇഞ്ചും കൂടി ആഡ് ചെയ്ത് നമ്മൾ 32 ആണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത്. 32നെ 4 ഡിവൈഡ് ചെയ്യുമ്പോൾ 8 ഇഞ്ച് വരുന്നുണ്ട്. അതിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. 2 ഇഞ്ച് മാർജിനും അഡീഷണൽ ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഹിപ്പ് സൈസ് നമ്മൾ മുന്നേ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. നമ്മൾ അഡീഷണൽ ഇട്ടതും കൂടി ചേർത്ത് 36 ആണ് വേണ്ടിയിരുന്നത്. 4 ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും 9 ഇഞ്ചസ് പ്ലസ് 2 ഇഞ്ച് മാർജിനും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വലിയവർക്ക് ചെയ്യുമ്പം ചെസ്റ്റിൻ്റെ അവിടെ നിന്ന് വേസ്റ്റിൻ്റെ ലൈനിലേക്ക് ഇങ്ങനെ ഒരു ഷേപ്പായിരിക്കും വരുന്നുണ്ടാവുക. ഇവിടെ ഇപ്പം കുട്ടി ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സ്ട്രൈറ്റ് ലൈനാണ് വരുന്നത്. അപ്പം നമുക്ക് ഈ ഒരു മാർക്കിംഗ് അനുസരിച്ചിട്ട് ഈ ലൈൻസൊക്കെ ഒന്ന് ജോയിൻ്റ് ആക്കി കൊടുക്കാം. ആദ്യം കട്ടിംഗ് മാർജിൻ ഒന്ന് ജോയിൻ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം സ്റ്റിച്ചിങ് ലൈനും നമ്മളിവിടെ ഇങ്ങനെ ജോയിൻ്റ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ആം ഹോൾ കർവ് മാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു കോർണർ ഭാഗത്തുനിന്ന് 1 ഇഞ്ച് മുകളിലായിട്ട് ഇങ്ങനെ ഒന്ന് ചരിച്ച് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നെക്കിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡെപ്ത് 1 ഇഞ്ചാണ് കൊടുക്കുന്നത്. കോളർ നെക്കിന് 1 ഇഞ്ചിൻ്റെ ആവശ്യമേ ഉള്ളൂ. ആ ഒരു 1 ഇഞ്ചിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് ചരിച്ച് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പീസ് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് പീസ് മെഷർമെൻ്റ് ആയിട്ട് വെച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പം ഈ കട്ട് ചെയ്തതിൻ്റെ ബാക്കി വരുന്ന പീസ് നമുക്ക് ഫ്രണ്ടിലെ പ്ലാക്കറ്റിനും കോളറിനും ഒക്കെ ആയിട്ട് വേണ്ടി വരും. അപ്പം നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ടിലേക്ക് ഓപ്പണിംഗ് വരുന്ന വിധത്തിലാണ് ഞാൻ ഈ മെറ്റീരിയൽ ഫോൾഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ ലെങ്ത് വേണ്ടത് ബാക്കിലെ പോലെ തന്നെ 24 ഇഞ്ചസ് ആണ്. അത് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഫ്രണ്ടിലെ ഓപ്പണിംഗ് വരുന്ന ഭാഗത്ത് നമ്മൾ 1 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്തതിന് ശേഷമാണ് ബാക്കിലെ പീസ് ഇതിന് മുകളിലേക്ക് വെച്ചിട്ട് ട്രേസ് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ടോപ്പിൻ്റെ മുകളിലും താഴെയും 1 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു ലൈൻ നമുക്കൊരു സ്കെയിൽ വെച്ചിട്ട് ജോയിൻ്റ് ആക്കി കൊടുക്കാം. ഇനി ഈ ഒരു ലൈനിലേക്ക് ബാക്കിലെ പീസ് വെച്ചിട്ടാണ് നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് ഒരേ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ഈ സൈഡിൽ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് വരുമ്പം ഈ ഷോൾഡറിൻ്റെ എൻഡ് ഭാഗം എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യും. ഈ നെക്ക് ഭാഗം മാത്രം നമ്മളിപ്പോൾ കട്ട് ചെയ്യില്ല. ഫ്രണ്ടിലെ നെക്ക് നമ്മൾ പിന്നീടാണ് കട്ട് ചെയ്യാറുള്ളത്. പിന്നെ താഴെ വരുമ്പോൾ ഇതിപ്പം നമ്മൾ സ്ട്രൈറ്റ് ലൈനാണ് കട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു ഹിപ്പിൻ്റെ സൈഡിലായിട്ട് ഒരു 2 ഇഞ്ച് മുകളിലേക്കാക്കിയിട്ട് ചരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ കട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഒറ്റയടിക്ക് തന്നെ ഫ്രണ്ടും ബാക്കും ഇപ്പം തന്നെ നമുക്ക് ഇങ്ങനെ ഒന്ന് ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇപ്പം തന്നെയാണ് ഇത് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഈ ഒരു ഹിപ്പിൻ്റെ സൈഡിൽ മാത്രം 2 ഇഞ്ച് മുകളിലേക്ക് ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം.
നെക്ക് ഒഴികെയുള്ള ബാക്കി എല്ലാ ഭാഗങ്ങളും നമ്മൾ അതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പീസ് ഇങ്ങനെ ഇവിടെ നിന്ന് എടുത്ത് മാറ്റാം. ഇനി അഡീഷണലായിട്ട് നമ്മൾ ഫ്രണ്ട് പീസിനോടൊപ്പം എക്സ്ട്രാ ഇവിടെ ഒരു 1 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. അത് അതേപോലെ തന്നെ നമ്മളിങ്ങനെ ഉള്ളിലേക്ക് മടക്കി വെക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ഫ്രണ്ടിൽ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ ബാക്കിലെ നെക്കിൻ്റെ വിഡ്ത്ത് കൊടുത്തിരുന്നത് 2 ഇഞ്ചാണ്. അതേപോലെ തന്നെ നമ്മൾ ഇവിടെയും 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വലിയവർക്കൊക്കെ ആകുമ്പോൾ നമ്മൾ സാധാരണ നെക്കിൻ്റെ വിഡ്ത്ത് 2.5 ഇഞ്ചും ലെങ്ത് 3 ഇഞ്ചുമാണ് കൊടുക്കാറുള്ളത്. പക്ഷേ ഇവിടെ ഞാൻ നെക്കിൻ്റെ വിഡ്ത്ത് 2 ഇഞ്ചും ലെങ്ത് 2.5 ഇഞ്ചുമാണ് കൊടുക്കുന്നത്. ഇനി ഈ 2 ലൈനും ചേർത്തിട്ട് നമുക്കൊരു എൽ ഷേപ്പ് വരച്ചു കൊടുക്കാം. അതിനുശേഷം നോർമലി നമ്മൾ നെക്കിനൊക്കെ കർവ് വരയ്ക്കുന്നത് പോലെ ഈ കോർണറിൻ്റെ അവിടെ നിന്ന് കർവായിട്ട് വരച്ചിട്ട് നമുക്കൊരു റൗണ്ട് ഷേപ്പ് കൊടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷനിൽ അഡീഷണലായിട്ട് ചെയ്യേണ്ടത് ആം ഹോളിന് ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ ഡെപ്ത് കൊടുക്കണം. ഇപ്പം നമ്മുടെ ഈ സ്റ്റിച്ചിങ് മാർജിൻ്റെ ആ ഭാഗത്തൊന്നും ടച്ച് ചെയ്യാണ്ട് ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ 1/2 ഇഞ്ച് ഉള്ളിലേക്ക് ആക്കിയിട്ട് നമ്മളിങ്ങനെ ഒന്ന് എക്സ്ട്രാ ഷേപ്പ് കൊടുക്കുന്നുണ്ട്. ഇനി മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നെക്ക് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ ആം ഹോളിൻ്റെ എക്സ്ട്രാ ഷേപ്പും നമ്മളിവിടെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫാബ്രിക് നിവർത്തി വെക്കാം. അതിനുശേഷം നെക്കിൻ്റെ വിഡ്ത്ത് എത്രയാണെന്ന് നോക്കാം. ഇവിടെ ഇപ്പം 3.5 ഇഞ്ചാണ് വരുന്നത്. അതിനോടൊപ്പം ഒരു 1.5 ഇഞ്ച് കൂടി ചേർത്ത് 5 ഇഞ്ച് വെഡ്ത്തിലാണ് നമ്മൾ ഇങ്ങനെ നീളത്തിൽ 2 ഫാബ്രിക്കാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. നീളം നമുക്ക് ഷോൾഡർ മുതൽ താഴെ വരെ ടോപ്പിൻ്റെ നീളം എത്രയാണോ അത് തന്നെയാണ് എടുക്കേണ്ടത്. നമുക്ക് ഈ ഒരു മെറ്റീരിയൽ ഇങ്ങോട്ട് ഇതേപോലെ നീക്കി വെക്കാം. ഇതേ നീളത്തിനും 5 ഇഞ്ച് വെഡ്ത്തിലും 2 മെറ്റീരിയലും കൂടി കട്ട് ചെയ്തെടുക്കാം. ഇവിടെ നമുക്ക് ആവശ്യമുള്ള അളവിൽ ഞാൻ 2 പീസ് മെറ്റീരിയൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സാധാരണ നെക്കിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നല്ല വശം നമ്മളിങ്ങനെ ഫേസ് ടു ഫേസ് വെച്ചതിന് ശേഷം ഈ ഒരു ഫാബ്രിക് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നെക്കിൻ്റെ അതേ അളവിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇതേപോലെ തന്നെ നെക്ക് എത്രയാണോ അളവ് അതേപോലെ ട്രേസ് ചെയ്തിട്ട് ഇതേ അളവിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 2 പീസും നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇനിയിപ്പോൾ നെക്കിൻ്റെ 2 സൈഡിലായിട്ട് ഇങ്ങനെയാണ് ഈ 2 പീസസും വരേണ്ടത്. ഇനി ഇതിൻ്റെ മാർജിൻ നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു സൈഡിൽ നോക്കുവാണെങ്കിൽ ഇത് ഓൾറെഡി നമ്മുടെ ആ ഒരു എൻഡ് മാർജിനാണ് വരുന്നത്. അപ്പോൾ അവിടെ കട്ട് ചെയ്ത ഭാഗം അല്ലാത്തതുകൊണ്ട് അവിടെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം എന്നില്ല. മറു സൈഡ് മാത്രം നമ്മളൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ പീസിൻ്റെ സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ നെക്കിൻ്റെ മുകളിൽ ഇതേ ഷേപ്പിൽ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നെക്കിൻ്റെ 2 ഭാഗത്തായിട്ട് നമുക്കിങ്ങനെ പുറത്തേക്ക് മടക്കേണ്ട കോളർ കണക്കാക്കിയിട്ട് ഒരു 2 ഇഞ്ച് ഉള്ളിലായിട്ട് ഇങ്ങനെ 2 സൈഡിലായിട്ട് ഓരോ കട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കട്ടിൻ്റെ ആ ഭാഗത്തു നിന്ന് താഴെ അറ്റം വരേക്കും ഇങ്ങനെ എൽ ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇവിടുത്തെ 2 സൈഡ് നമ്മൾ എൽ ഷേപ്പിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിടുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു കോർണർ ഭാഗത്ത് തിരിച്ചിടുമ്പോൾ ബഡ്ജ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വെട്ടിക്കളയുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു നെക്ക് പോർഷൻ ഇങ്ങനെ ഒന്ന് തിരിച്ചെടുക്കുന്നുണ്ട്. ഈ കോർണർ ഭാഗമൊക്കെ ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും വെച്ച് ഇങ്ങനെ ഒന്ന് കുത്തിയിട്ട് കറക്റ്റായിട്ട് നമുക്ക് പുറത്തേക്ക് ആക്കിയെടുക്കാം. നമ്മൾ ഈ 2 കോർണർ പോർഷനും ഇങ്ങനെ റിവേഴ്സ് ആക്കി എടുത്തിട്ടുണ്ട്. അത് ആ കർവിൻ്റെ ഭാഗമൊക്കെ പ്രോപ്പറായിട്ട് വരുന്നില്ല എങ്കിൽ ഉള്ളിൽ മാർജിൻ്റെ അവിടെ നിന്ന് ചെറിയൊരു കട്ട് കൊടുത്തിട്ട് റിവേഴ്സ് ചെയ്താലും മതി. അതിനുശേഷം ഈ ഒരു സ്റ്റിച്ച് കഴിഞ്ഞ് പുറത്തോട്ടുള്ള ഭാഗത്ത് ഈ ഒരു ഉള്ളിലെ തുണിയും പുറത്തെ തുണിയും കൂടി ചേർത്തിട്ട് ഇങ്ങനെ വേണമെങ്കിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ 2 ലെയറും ചേർത്ത് ഇവിടെ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ടിൽ 1 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിരുന്ന ഭാഗം ഒന്നിന് മുകളിൽ ഒന്നായിട്ട് നമുക്കിങ്ങനെ ഓവർലാപ്പ് ചെയ്ത് വെക്കാം. ഇവിടുന്ന് ഇങ്ങനെ പുറത്തേക്കാണ് ഈ കോളറിൻ്റെ ഫോൾഡിങ് വരുന്നത്. നെക്കിൻ്റെ ലെങ്ത് എത്രത്തോളമാണോ വേണ്ടത് അതനുസരിച്ച് ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. ഇവിടെ നിന്ന് താഴേക്ക് നമുക്ക് ഒന്നുകിൽ ഇങ്ങനെ ക്ലോസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ഷോ ബട്ടൺ വെക്കാം, അല്ലെങ്കിൽ ബട്ടൺ ഹോളൊക്കെ തുന്നിയിട്ട് ബട്ടൺ വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഷോ ബട്ടനാണ് വെക്കുന്നത്. അപ്പം എനിക്ക് ആവശ്യമുള്ള ലെങ്ത് നെക്കിൻ്റെ ലെങ്ത് നമ്മൾ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മാർക്ക് ചെയ്തിട്ട് ഞാനിവിടെ ഒരു പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ താഴ്ഭാഗത്തും കുറച്ച് ഭാഗം ഒരു 3 ഇഞ്ചോളം ഞാൻ ഓപ്പണിങ് കൊടുക്കുന്നുണ്ട്. അവിടെയും മെഷർ ചെയ്തിട്ട് ഞാനൊരു പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗം ഞാൻ ഇങ്ങനെ ഒന്ന് ക്ലോസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ മാർക്ക് ചെയ്ത് വെച്ചിരുന്ന ഭാഗം ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനോടൊപ്പം നമുക്ക് ബാക്ക് പീസ് കൂടി വെച്ചിട്ട് ഈ ഷോൾഡറുകൾ തമ്മിൽ ജോയിൻ്റ് ആക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സെൻറ്റർ ഭാഗത്തു നിന്ന് ഇങ്ങനെ ടോപ്പ് 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഈ കോളർ സ്റ്റാർട്ട് ചെയ്യേണ്ട ഈ ഒരു പോയിന്റിൽ നിന്ന് ഏറ്റവും പിന്നിലെ സെൻറ്റർ ഭാഗം വരെയാണ് നമ്മൾ കോളറിൻ്റെ മെഷർമെൻറ്റ് എടുക്കുന്നത്. ഇവിടെ വരുന്നത് 6.25 വരുന്നത്. അപ്പം ഈ ഒരു അളവിലാണ് നമ്മൾ കോളർ കട്ട് ചെയ്യേണ്ടത്.
6.25 എന്ന് പറയുമ്പം കോളറിൻ്റെ ഹാഫാണ് വരുന്നത്. അപ്പോൾ ടോട്ടൽ എന്ന് പറയുന്നത് 12.5 വേണ്ടത്. അപ്പോൾ നമുക്കൊരു മാർജിനോട് ചേർത്ത് ഒരു 13 ഇഞ്ച് നീളത്തിൽ ഞാനിവിടെ ഒരു ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വിഡ്ത്ത് എടുത്തിരിക്കുന്നത് ഒരു 3.5 ഇഞ്ചാണ്. ഇപ്പോൾ വലിയവരൊക്കെ ആണെങ്കിൽ മാക്സിമം ഒരു 4 ഇഞ്ച് മതിയാവും. ക്യാൻവാസ് നമുക്ക് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ടോപ്പ് നമ്മൾ ബാക്ക് നെക്കിൻ്റെ അവിടെ നിന്ന് സെൻറ്റർ കണക്കാക്കി ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു ബാക്ക് നെക്കിൻ്റെ സെൻറ്റർ ഫോൾഡിങ്ങും ക്യാൻവാസിൻ്റെ ഫോൾഡിങ്ങും ഈക്വൽ ആക്കി വെച്ചതിന് ശേഷം ഷോൾഡറിലേക്ക് വരുന്ന ജോയിൻറ്റിൻ്റെ ഭാഗത്ത് ചെറുതായിട്ടൊന്ന് ഒരു മാർക്കിംഗ് ഇട്ട് കൊടുക്കാം. ഇപ്പം ഡയറക്റ്റ് ക്യാൻവാസ് വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ ഈ കോളർ ഇങ്ങനെ ഒന്ന് വളച്ച് പിടിച്ചിട്ട് എവിടെ വരെയാണോ കോളർ വേണ്ടത് അവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് ഷോൾഡർ വരെയുള്ള പോയിന്റ് സെയിം തന്നെയാണ്, എവിടെ വരെയാണോ വേണ്ടത് അത് നമ്മൾ അത് തന്നെ പോയിന്റ് ഇട്ട് കൊടുക്കും. പിന്നെ ഈ ലാസ്റ്റ് കോർണർ, അതായത് നമ്മുടെ ഈ ഒരു 6.5 ഇഞ്ച് നമുക്ക് 6.25 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്, അവിടെ വെച്ചിട്ട് ഒരു 1.5 ഇഞ്ച് ഉള്ളിലേക്ക് ഇങ്ങനെ ഒരു മാർക്കിംഗ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഈ ഷോൾഡറിൽ ഈ പോയിന്റും ഈ മാർക്കിങ്ങും തമ്മിൽ ഇങ്ങനെ ഒന്ന് വളച്ച് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വരും. അപ്പം നമുക്ക് ഓൾറെഡി നമുക്ക് 6.25 വേണ്ടിയിരുന്നത്, നമ്മളിപ്പം 1/2 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് പുറത്തേക്കുള്ളതാണ്, വെട്ടിക്കളയാനുള്ളതാണ്. അവിടെയും ഒരു ലൈൻ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വരച്ച് വെച്ചിരിക്കുന്നതനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. ഈ കട്ട് ചെയ്തെടുത്ത ക്യാൻവാസ് കോളർ വെക്കാനുള്ള മെറ്റീരിയലിൻ്റെ മേൽ നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. ഗ്ലൂ ഉള്ള സൈഡ് മെറ്റീരിയലിൻ്റെ റോങ് സൈഡിൽ വരുന്ന വിധത്തിലാണ് ഒട്ടിക്കേണ്ടത്. ഇങ്ങനെ ഒട്ടിച്ചെടുക്കുമ്പോൾ നമ്മൾ ഈ റൈറ്റ് സൈഡിൽ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനുള്ള മാർജിൻ ഇട്ടിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിതൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാർജിനും കൂടി ചേർത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒന്നുകിൽ നമുക്ക് ഇതുപോലത്തെ 2 പീസ് കട്ട് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒരു 1/4 ഇഞ്ച് റൈറ്റ് സൈഡിൽ സ്റ്റിച്ച് ചെയ്യാനുള്ളതും കൂടി വിട്ടിട്ട് മാർജിനും കൂടി ചേർത്തിട്ട് ഇതേ അളവിൽ തന്നെ നമുക്ക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ക്യാൻവാസ് ഒട്ടിച്ച സൈഡിലെ മാർജിനൊക്കെ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള 3 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ ഈ ക്യാൻവാസിൻ്റെ സെൻറ്ററിൽ നിന്ന് ഞാനിങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഫോൾഡ് ചെയ്യുന്ന ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു 1/4 ഇഞ്ച് വിട്ടിട്ടുണ്ട്. ഇപ്പോൾ 2 പീസാണ് എടുക്കുന്നതെങ്കിൽ ആ 2 പീസും ഇതുപോലെ ആ റൈറ്റ് സൈഡുകൾ തമ്മിൽ ഫേസ് ടു ഫേസ് വരുന്ന വിധത്തിൽ വെച്ചിട്ട് ഈ 3 സൈഡും ഈ കോർണറിൽ തുടങ്ങി ഇങ്ങനെ തിരിഞ്ഞ് ഈ ലാസ്റ്റ് വരെയും സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ 3 സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സൈഡിലുള്ള എക്സ്ട്രാ മാർജിനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഈ കോർണറിൽ പുറത്തേക്ക് ഇങ്ങനെ നിൽക്കുന്നത് നമുക്ക് കുറേശ്ശെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾ റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് ആ കോർണറിൽ ചെറുതായിട്ട് ഇങ്ങനെ ബഡ്ജ് ചെയ്ത് നിൽക്കാറുണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ട് നമ്മൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് റിവേഴ്സ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതിനൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ടോപ്പിലേക്ക് കോളർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഷോൾഡർ ജോയിൻ ചെയ്ത് വെച്ചതിലൊക്കെ ഞാൻ ഇൻ്റർലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ കോളറിനെ നമ്മളിങ്ങനെ ഒന്ന് 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് കറക്റ്റ് ഈ സെൻറ്റർ വരുന്ന ഭാഗത്തേക്ക് ചെറിയൊരു സ്നിപ്പ് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ ടോപ്പിൻ്റെ ബാക്ക് പോർഷനിലും കറക്റ്റ് സെൻറ്റർ ഭാഗം ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ ചെറിയൊരു കട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ടോപ്പിൻ്റെ ഈ സെൻറ്റർ പോർഷൻ കണക്കാക്കിയിട്ട് നമ്മൾ ഈ ഒരു ക്യാൻവാസും കൂടി ഇതേപോലെ ഇങ്ങനെ ജോയിൻ്റ് ആക്കി വെക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്ന ഈ ഒരു മാർജിനും നമ്മുടെ ഈ നെക്കും കൂടി ചേർത്തിട്ട് സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ ഈ സൈഡിലേക്കും അതേപോലെ തന്നെ ഇവിടെ സെൻറ്ററിൽ നിന്ന് മറു സൈഡിലേക്കും ഇങ്ങനെ ഒന്ന് റൗണ്ട് ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഫുൾ റൗണ്ട് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ കോളറിൻ്റെ ഉൾഭാഗത്ത് ഇങ്ങനെ ഈ ഓപ്പൺ ആയിരിക്കുന്ന ഭാഗത്തേക്ക് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന എല്ലാ മാർജിനും ഉള്ളിലേക്ക് ഇങ്ങനെ കടത്തി വെച്ചിട്ട് അഗെയിൻ നമ്മൾ ഇതിൻ്റെ പുറത്തൂടെ ഒരു സപ്പോർട്ട് സ്റ്റിച്ച് ഫുള്ളായിട്ടും റൗണ്ടായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു ഫുൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ കോളർ നമുക്ക് ശരിക്കും പുറത്തേക്ക് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടാണ് വരേണ്ടത്. അതൊന്ന് ഫോൾഡ് ചെയ്ത് അയൺ ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഇതിനോടൊപ്പം സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. സ്ലീവിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ ഇപ്പോൾ ഞാൻ 2 ഫോൾഡാണ് എടുത്തിരിക്കുന്നത്. അതിനിങ്ങനെ 2ആയിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ കുട്ടിക്കുള്ള സ്ലീവാണ്, അപ്പോൾ ചെറിയ സ്ലീവ് തന്നെ മതിയാവും. ഒരു 3/4 സ്ലീവാണ് ഞാനിവിടെ കട്ട് ചെയ്യുന്നത്. സ്ലീവിൻ്റെ ലെങ്ത് വേണ്ടത് 14.5 ആണ്. മാർജിൻ കൂടി ചേർത്ത് 15.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഭാഗത്തും ഞാൻ അതുപോലെ 15.5 മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ 2 ലൈനും ഒന്ന് ജോയിൻ്റ് ആക്കി വരയ്ക്കാം. ആം ഹോളിൻ്റെ ഡെപ്ത്ത് ഒരു 3 ഇഞ്ചാണ് കൊടുക്കുന്നത്. അതിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ഒന്ന് കർവ് ഷേപ്പിലായിട്ട് ഇതൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. വീക്കാളിൻ്റെ അളവ് വരുന്നത് 13 ഇഞ്ചാണ്. അതിൻ്റെ പകുതി 6.5 നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാർജിനും 2 ഇഞ്ചോളം മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ കർവ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. സ്ലീവിൻ്റെ റൗണ്ട് വരുന്നത് 9 ഇഞ്ചസ് ആണ്. അതിൻ്റെ ഹാഫ് 4.5 നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം 2 ഇഞ്ച് മാർജിന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി മാർജിൻ ലൈനുകൾ തമ്മിൽ ഒന്ന് ജോയിൻ്റ് ആക്കി വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പോർഷൻ കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. സ്ലീവ്സിൻ്റെ ഫ്രണ്ട് ആം ഹോളിന് 1/2 ഇഞ്ച് ഡെപ്ത് കൊടുക്കുന്നുണ്ട്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ സ്ലീവ്സിൻ്റെ സെൻറ്റർ പോർഷനിൽ ഒരു ചെറിയ കട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആം ഹോളിൻ്റെ ഭാഗത്തും നമുക്ക് സ്റ്റിച്ചിങ് ലൈൻ അറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്നിപ്പ് കൊടുക്കുന്നുണ്ട്. അതേപോലെ സ്ലീവിൻ്റെ താഴ്ഭാഗത്തും ചെറിയൊരു സ്നിപ്പ് കൊടുക്കുന്നുണ്ട്. ഇനി സ്ലീവ് നമുക്ക് ഓപ്പൺ ചെയ്ത് 2 സ്ലീവിൻ്റെ ഫ്രണ്ടിലെ പോർഷനിൽ നമ്മൾ F എന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 2 സ്ലീവ്സും ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. സ്ലീവ്സ് അറ്റാച്ച് ചെയ്യുമ്പോൾ ഈ സെൻറ്റർ പോർഷൻ ഇങ്ങനെ വെച്ചിട്ട് 2 സൈഡിലേക്കുമാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ സ്ലീവ്സൊക്കെ നമ്മൾ അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ലീവ്സിൻ്റെ താഴ്ഭാഗം ഒരു 1/2 ഇഞ്ച് നമ്മളിങ്ങനെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടോപ്പ് ഒന്ന് മറിച്ചിട്ടിട്ട് അതിൻ്റെ ഉൾഭാഗത്ത് നമ്മൾ ഓൾറെഡി മാർജിനൊക്കെ ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് 2 സൈഡിലെ മാർജിനൊക്കെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ചെയ്യേണ്ടത് ഈ താഴ്ഭാഗത്ത് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഫുൾ റൗണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കോഡ് സെറ്റിൻ്റെ ടോപ്പ് നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 3/4 സ്ലീവാണ്. അവരവരുടെ ആവശ്യം അനുസരിച്ചിട്ട് നീളം വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം. പിന്നെ 2 ബട്ടൺ മാത്രമേ ഞാനിപ്പോൾ ഇതിൽ ഫിക്സ് ചെയ്തിട്ടുള്ളൂ. ബാക്കി ബട്ടൺ കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കോഡ് സെറ്റിൻ്റെ ടോപ്പിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിൽ ഇത്രയാണ് വരുന്നത്. അടുത്ത പാർട്ടിൽ നമുക്ക് ഇതിൻ്റെ ബോട്ടം എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം.